നന്ദന്റെ മിസ്സിങ്ങിനെ കുറിച്ച് അന്വേഷിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയമിച്ചു. ആണോ? ആ, ഇപ്പൊ അന്വേഷിക്കുന്ന ഐസക് കുരുവിളയെ ചുമതലയിൽ നിന്ന് മാറ്റി. അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയും കൂടി ഇടപെട്ട് SITയെ നിയമിച്ചത്. അത് നന്നായി. ടീമിന്റെ ലീഡർ ആരാണെന്ന് അറിയാമോ മാഡം? RSP വസുന്ധര IPS. എനിക്കറിയാം. വസുന്ധര IPS മിടുക്കിയ. നന്ദനും ദേവികയൊക്കെ പ്രതിസ്ഥാനത്ത് വന്ന നീരാവധ കേസ് തെളിയിച്ചത് വസുന്ധരയാ. യഥാർത്ഥ പ്രതി സീരിയൽ നടൻ പ്രകാശ് മേനോനെ അറസ്റ്റിലാക്കിയത് വലിയ വാർത്തയായിരുന്നല്ലോ. അതെ, പിന്നീടാണല്ലോ നന്ദനും ദേവികയും നമ്മുടെ കമ്പനി സ്റ്റാഫ് ആയത്. ദേവിക മുൻകൈയെടുത്ത് തന്നെയാവും അന്വേഷണത്തിന് വസുന്ധരയെ കൊണ്ടുവന്നത്. അവർ നന്ദനെ കണ്ടുപിടിക്കും. പക്ഷേ ഋഷിയെക്കുറിച്ചുള്ള അന്വേഷണം തൽക്കാലം മരവിപ്പിക്കാനും പറ്റും. ദേവിക ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. നന്ദനെ കിട്ടിയിട്ടേ അവള് ഋഷിയെ വിട്ടയക്കും. കൃത്യമായ പ്ലാനിങ്ങിലാണ് അപ്പോ ദേവിക. മാഡം എന്തായി പറയുന്നേ? നന്ദനെ കിട്ടിയിട്ടേ ദേവിക ഋഷിയെ വിട്ടയക്കുള്ളൂന്നോ? അത് മനസ്സിലായില്ല. ഇനിയിപ്പോ CPയോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്താ മാഡം? ഋഷിയെ തട്ടിക്കൊണ്ടുപോയത് ദേവിക. CPയോട് ഞാൻ ഈ വിവരം ഇതുവരെ പറയാതിരുന്നത് ഋഷിയുടെ ജീവൻ ആപത്തുണ്ടാവോന്ന് പേടിച്ചിട്ടാ. ഈ രഹസ്യം പുറത്തു പോരുതെന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ദേവികയും ഒരു എസ്തപ്പാനും ചേർന്നു. മാഡം മാഡം കഥയുണ്ടാക്കി പറയുകയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ മാഡം ഇതൊക്കെ? സത്യമാണ് CP ഞാൻ ഈ പറയുന്നേ. നന്ദനെ കാണാതായതിന്റെ പിറകില് നമ്മളാണെന്നാ ദേവികയുടെ സംശയം. അതിന് പകരം വീട്ടാനായി അവള് നടത്തിയ നീക്കുവാ ഋഷിയുടെ തട്ടിക്കൊണ്ടുപോകല്. എസ്തപ്പാൻ എന്നൊരു പഴയ ഗുണ്ടാ നേതാവ് അവളുടെ സഹായി. രണ്ടുപേരും കൂടി എന്നെ വന്ന് കണ്ടിരുന്നു. അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാ മാഡം. ഋഷി, മാഡം പേടിക്കണ്ട, ഞങ്ങളുടെ കസ്റ്റഡിയിൽ അവൻ സേഫ് ആയിട്ടിരിക്കുന്നു. എന്താടി, എന്താ നീ പറയുന്നേ? മാഡം ടെൻഷൻ ആവണ്ട, കൂൾ ഡൗൺ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്റെ മോനെ വിട്ടുതാ. അതെങ്ങനെ വിട്ടുതരും? ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണോന്ന് പറയുമല്ലോ. ഋഷിയെ വിട്ടുതരാം. പകരം നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള നന്ദുവിനെ തിരികെ തരണം. അവനെ വിടരുത്. എസ്തപ്പാനെ, ഞാൻ പോയി കയറെടുത്തോണ്ട് വരാം. നമുക്ക് അവനെ ഇവിടെ കെട്ടിയിടണം. അതെന്തിനാ എസ്തപ്പാനെ? ഇവിടെ വെട്ടി നോക്കി കുഴിച്ചുകൂടാ. അതാ വേണ്ടത്, അതോ വേണ്ടത്. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഞാനൊന്ന് പറയട്ടെ. ആ കെവിനെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് നിങ്ങളല്ലേ? നിങ്ങളുടെ മോൻ എന്റെ വീട്ടിലുണ്ടോ എന്ന് അറിയാൻ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇനി നിങ്ങളുടെ ചെറുക്കനെ തപ്പി എന്റെ വീടിന്റെ പരിസരത്തെങ്ങാനും ആരേലും പറഞ്ഞയച്ചാൽ വെട്ടി നോക്കി കടലെറിയും. പറഞ്ഞേക്കാം. മാഡം, അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാ ഞാൻ CPയെ പോലും ഒന്നും അറിയിക്കാതിരുന്നേ. ദേവിക ഇത്രയും ഷാർപ്പാണോ? മാഡം, എത്രയും പെട്ടെന്ന് നമുക്കിത് പോലീസിൽ അറിയിക്കണം. പാടില്ല CP, നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. എന്തായാലും ദേവികയിൽ നിന്ന് ഋഷിക്ക് അപകടമൊന്നും ഉണ്ടാവില്ല. നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അതിപ്പോ നമ്മുടെ കൂടി ആവശ്യമാണ്. ദേവിക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല മാഡം. കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല CP. നമ്മളിനി എന്ത് ചെയ്യും മാഡം?